ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. മാന്നാർ കലാ തിരോധാനം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇതിലേക്ക് പോലീസിനെ സഹായിച്ചത് മാന്നാറിലെ ഭർത്താവ് അനിൽകുമാറിൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു നടത്തിയ പരിശോധനയിലാണ്. അഴുകിയതും ചീഞ്ഞളിഞ്ഞതുമായ മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുമൊക്കെ പോലീസിനെ സഹായിക്കാറുള്ള സോമൻ തന്നെയാണ് ഇവിടെയും പോലീസിൻ്റെ സഹായത്തിന് എത്തിയത്. 32 വർഷമായി പോലീസിന് വേണ്ടി മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കാനും മറ്റും തിരുവല്ല സ്വദേശിയായ സോമൻ സഹായിക്കാറുണ്ട്. മാന്നാർ കേസിൽ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചതിന് ശേഷം തനിക്ക് മനസ്സിലായ കാര്യവും തൻ്റെ നിരീക്ഷണവും പങ്കുവയ്ക്കുകയാണ് സോമൻ. മാന്നാറിൽ കക്കൂസിൻ്റെ 2 ടാങ്ക് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റ് റിങ്ങിന് മുകളിൽ ഇടുന്നത് കാണുന്നത്. സാധാരണ മണ്ണിടും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ പൻസാര മണ്ണാണ്. ഒരു കാരണവശാലും ഈ മണ്ണ് അതിൻ്റെ മുകളിലിടേണ്ട കാര്യമില്ല. ടാങ്ക് പൊളിച്ച് മണ്ണ് നീക്കാൻ നോക്കിയപ്പോൾ നീങ്ങുന്നില്ല. അതാണ് JCB വിളിച്ചത്. പൊളിച്ചപ്പോൾ തന്നെ ഞാൻ സാർമാരോട് ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. കാരണം മാലിന്യങ്ങളൊക്കെ പൊങ്ങി നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കെമിക്കൽ ഒഴിച്ചിട്ടുണ്ടെന്ന്. ഒരു ക്ലിപ്പ്, ലോക്കറ്റ് വർഷങ്ങളായിട്ട് അതിനകത്ത് കിടന്നതാണ്. സ്വർണ്ണമാണോ പിച്ചളയാണോ എന്നൊന്നും എനിക്കറിയില്ല. അടിവസ്ത്രത്തിൻ്റെ ഇലാസ്റ്റിക്, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് കണ്ടാലറിയാം. ആ 3 വസ്തുക്കളാണ് പ്രധാനമായും ഉള്ളത്. എല്ലിൻ്റെ പാർട്സ് പോലെ തോന്നിക്കുന്ന ചില വസ്തുക്കളുമുണ്ട്. അതാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. 3ാമത്തെ ടാങ്കിൽ നിന്ന് വെള്ളം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കെമിക്കൽ ഉണ്ടെന്ന്. കാരണം കെമിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വെള്ളം വരൂ. സാധാരണ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ സിമൻറ്റ് കെട്ടി കാർപോർച്ചൊന്നും ഉണ്ടാക്കില്ല. അതൊഴിച്ചേ ചെയ്യുകയുള്ളൂ. ഇതിനി തുറക്കേണ്ടി വരില്ല എന്ന ഉദ്ദേശത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. വലിയ അളവിൽ രാസപദാർത്ഥം ചേർത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് റിങ് വരെ പൊടിഞ്ഞ് മണൽ വന്നിട്ടുണ്ട്. 2-3 കൊല്ലം കഴിയുമ്പോൾ അസ്ഥി ദ്രവിക്കാൻ തുടങ്ങും. 12 കൊല്ലമായ ബോഡി ഞാൻ റീപോസ്റ്റ്മോർട്ടത്തിന് എടുത്തിട്ടുണ്ട്. കല്ലറയ്ക്കകത്ത് വെക്കുകയാണെങ്കിൽ അസ്ഥി പൊടിയാതെ ലഭിക്കും. കക്കൂസിൻ്റെ മാലിന്യത്തിന് അകത്ത് പോയാൽ ദ്രവിക്കും. എങ്കിലും തുടയിലെ എല്ല്, കാലിലെ എല്ല് ഒക്കെ ഞാൻ കണ്ടെടുത്തിട്ടുണ്ട്. എന്നാൽ മാന്നാറിലെ കേസിൽ കെമിക്കൽ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. കൃത്യം ചെയ്തിട്ട് ഭർത്താവ് നാട്ടുകാരുടെ മുന്നിൽ നല്ലവനായി ചമയുന്നത് നല്ലതല്ല. ദൈവമെന്ന് പറയുന്ന ഒരാളുണ്ട്. ആരെന്ത് കുറ്റം ചെയ്താലും തെളിവിൻ്റെ ഒരു തുമ്പ് എവിടെയെങ്കിലും ഉണ്ടാകും. ഇന്നലെ ചാനലിലിരുന്ന് ഒരു വക്കീൽ പറയുന്നത് കേട്ടു, ഇതിന് അകത്ത് നിന്ന് ഒന്നും എടുത്തിട്ടില്ല, പോലീസ് എടുത്തതാണ് എന്നൊക്കെ. ആ വക്കീൽ എൻ്റെ മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറുപടി കൊടുത്തേനെ, സോമൻ പറയുന്നു. അനിലുമായി പിണങ്ങി വീട് വിട്ട കല പോയത് പാലക്കാട്ടേക്കല്ല, കൊച്ചിയിലേക്കാണെന്ന് പോലീസ്. കൊച്ചിയിലെ തുണിക്കടയിൽ ജോലിക്കാണ് പോയത്. അപ്പോഴും കല ഫോൺ ഉപയോഗിച്ചിരുന്നതിനാൽ അനിൽ കലയുമായി സംസാരിച്ചിരുന്നു. തുടർന്ന് അനിൽ കൊച്ചിയിലെത്തി കലയെ കൂട്ടിക്കൊണ്ടുവന്നെന്നും തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസിന് ആദ്യ അന്വേഷണത്തിൽ സൂചന ലഭിച്ചു. കലയ്ക്ക് മദ്യം നൽകിയെന്നും വിവരമുണ്ട്. കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനാണ് അനിൽ മറ്റുള്ളവരുടെ സഹായം തേടിയത്. കസ്റ്റഡിയിലായ 2 പേരെ അനിൽ കലയുടെ മൃതദേഹം കാണിച്ചെന്നും സഹായം തേടിയെന്നും പോലീസ് കണ്ടെത്തി. ഇവർ വിസമ്മതിച്ചപ്പോൾ അനിൽ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. കല കൊച്ചിയിലുണ്ടെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൊലപാതകം നടന്ന ദിവസം അനിലും കലയും മാത്രമാണ് കാറിൽ സഞ്ചരിച്ചതെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. കലയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനായി അനിൽ മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയതാണോ എന്നാണ് സംശയം. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ തൃപ്പെരുന്തുറ, ഇരമല്ലൂർ, പുതുപ്പള്ളിയിൽ തെക്കേതിൽ KV സുരേഷ് കുമാറിനെ കാറിൽ കിടക്കുന്ന കലയുടെ മൃതദേഹം അനിൽ കാണിച്ചെന്നാണ് നേരത്തെ പോലീസിന് കിട്ടിയ സൂചന. അതനുസരിച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. സുരേഷ് കുമാറാണ് വിവരം നൽകിയതെന്നും 2-ാം തീയതി സുരേഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്നും FIR-ൽ പറയുന്നു. ഇരമത്തൂർ സ്വദേശി കല കൊല്ലപ്പെട്ടത് 2009 ഡിസംബർ ആദ്യ ആഴ്ചയിലെന്ന റിമാൻഡ് റിപ്പോർട്ട്. വലിയ പെരുമ്പുഴയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കലയുടെ മൃതദേഹവുമായി പ്രതികളെ കാറിൽ കണ്ടെന്ന് പരാതിക്കാരൻ സുരേഷ് കുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു. കണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തട്ടാരമ്പലം, വലിയ പെരുമ്പുഴപ്പാലം, മാന്നാർ റോഡിൽ ഇരമത്തൂർ ചിറ്റമ്പലം ജംഗ്ഷനടുത്ത് വെച്ചാണ് പ്രതികളും മൃതദേഹവും കണ്ടതെന്നാണ് മൊഴി. 2009 ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് കൊലപാതകം നടന്നതെന്ന് അന്വേഷണത്തിലും സാക്ഷിമൊഴികളിലും വ്യക്തമായതെന്ന് റിപ്പോർട്ടിലുണ്ട്. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുറ്റകൃത്യം നടന്നത് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് വെച്ചാണെന്നും അനിൽ വാടകയ്ക്കെടുത്ത കാറിൽ വെച്ചാണെന്നും 2-ാം പ്രതി ജിനു ഗോപിയുടെ കുറ്റസമ്മത മൊഴിയിലുണ്ട്. സംഭവസ്ഥലം കാട്ടിത്തരാമെന്ന് പ്രതി പറഞ്ഞെങ്കിലും മറ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതിനാൽ അത് സാധിച്ചില്ല. കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ച് മാസ്റ്റർ തയ്യാറാക്കണം. മൃതദേഹം മറവ് ചെയ്തത് എവിടെയെന്നും കണ്ടെത്തണം. 1-ാം പ്രതിയുടെ അറസ്റ്റ്, മൃതദേഹവും കാറും എവിടെയെന്നും കാറിൻ്റെ ഉടമ ആരെന്നും കണ്ടെത്തൽ തുടങ്ങിയ നടപടികൾ ബാക്കിയുള്ളതിനാൽ പ്രതികളെ ജാമ്യത്തിൽ വിടരുതെന്നും റിമാൻഡ് ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായെന്നറിഞ്ഞ് 1-ാം പ്രതി അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്നും മൂക്കിൽ നിന്നും രക്തം വന്നെന്നും വിവരം. ബന്ധുക്കളായ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കളിൽ നിന്ന് അനിൽ അറിഞ്ഞിരുന്നു. തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നാണ് വിവരം. ഇക്കാര്യം ഇസ്രായേലിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കല വധക്കേസിലെ 1-ാം പ്രതിയായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ പോലീസിന് മുന്നിൽ പല കടമ്പകൾ. സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണവും ഏറെ സമയമെടുക്കുന്നതുമാണ്. അനിൽ സ്വയം നാട്ടിലെത്തുമോ എന്ന വഴിയാകും പോലീസ് ആദ്യം അന്വേഷിക്കുക. അനിൽ നാട്ടിലെത്താൻ തയ്യാറായാൽ മറ്റു നടപടികൾ ഒഴിവാക്കാം.